പ്രദർശിപ്പിച്ചിരിക്കുന്ന മനോഹരമായ പുൽക്കൂടുകൾ നമ്മെ പലപ്പോഴും ആകർഷിക്കാറുണ്ട്. പുൽത്തൊട്ടിലെ ഉണ്ണിയേശുവും മറിയവും യോസേപ്പ് പിതാവും അവർക്കരികിലുള്ളവരും നമ്മുടെ രക്ഷകന്റെ ഈ ഭൂമിയിലേക്കുള്ള എളിയ തുടക്കത്തിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. എന്നാൽ ഇന്ന് ആഴത്തിലുള്ള ഒരു ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒരു ക്രിസ്മസ് തൊട്ടിലുണ്ടോ? ബത്ലഹേമിലെ തൊട്ടിൽ ഈശോയുടെ ഒരു ഭൗതിക ഇടം മാത്രമായിരുന്നില്ല. അത് ദൈവത്തിന് മനുഷ്യരാശിയോടുള്ള അവിശ്വസനീയമായ എളിമയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ അടയാളമായിരുന്നു. രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തു ജനിച്ചത് കൊട്ടാരത്തിലല്ല, തൊഴുത്തിലാണ്. മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പുൽത്തൊട്ടിയിൽ അവൻ ജനിച്ചു. ഈ എളിയ ദൃശ്യം നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനോടും സഹോദരനോടും അതുപോലെ തന്നെ ഈ പ്രകൃതിയോടും ഒരു ബന്ധം സൃഷ്ടിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. സത്യത്തിൽ അവന് ജനിക്കാൻ സ്ഥലം ലഭിക്കാത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും അവന് ജനിക്കാൻ നാം സ്ഥലം നിഷേധിക്കാറുണ്ടോ? ക്രിസ്തുവിനെ വസിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാകണം നമ്മുടെ ഹൃദയത്തിലെ തൊട്ടിൽ. ക്രിസ്തുവിനെ മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങളെയും അതുപോലെ തന്നെ ഈ പ്രകൃതിയെ ഉൾക്കൊള്ളുവാൻ മാത്രം വിശാലവുമായിരിക്കണം അത്. നമ്മുടെ ഹൃദയത്തിൽ ഒരു ക്രിസ്മസ് തൊട്ടിൽ ഉണ്ടായിരിക്കുക എന്നതിനർത്ഥം യേശു വർഷത്തിലൊരിക്കൽ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുക എന്നല്ല, മറിച്ച് എല്ലാ ദിവസവും അവൻ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണമെന്നാണ്. എന്നാൽ മാത്രമേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിനയം, സ്നേഹം, സമാധാനം എന്നിവ നമ്മുടെ ജീവിതത്തെ നയിക്കുകയുള്ളൂ. വിനയത്തിൽ ജനിച്ച സ്വർഗരാജാവ് നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ക്രിസ്മസും. ഈ ക്രിസ്മസിന് പുൽക്കൂടിന് ചുറ്റും കൂടിയിരിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ ഇടമുണ്ടോ? അവന്റെ സ്നേഹത്തിനും സമാധാനത്തിനും അവന്റെ സാന്നിധ്യത്തിനും നാം ഇടം കൊടുക്കുന്നുണ്ടോ? ബത്ലഹേമിലെ തൊട്ടിൽ ലോകത്തിന് പ്രത്യാശയുടെ ഇടമായതുപോലെ അത് നമ്മുടെ ഉള്ളിൽ നവീകരണത്തിന്റെ കൃപയുടെ ഇടമാകട്ടെ. ഈ ക്രിസ്മസിന് നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ വിശ്രമിക്കാൻ കഴിയുന്ന ഒരു തൊട്ടിൽ നിർമ്മിക്കാം. എല്ലാവരോടും സ്നേഹവും ക്ഷമയും അനുകമ്പയും നിറഞ്ഞ തൊട്ടിൽ. അവന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ. അവൻ നമ്മെ പഠിപ്പിച്ചതുപോലെ സ്നേഹവും വിനയവും സമാധാനവും നിറഞ്ഞ ഒരു ഹൃദയത്തോടെ ജീവിക്കാൻ ഈ പുതുവർഷത്തിൽ നമുക്ക് ശ്രമിക്കാം. ജയ് യേശുവേ.